ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു അവർ കാനഡ. ദേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ എല്ലാം പറഞ്ഞുകൂടി തന്നെ ഇന്ന് ഞാൻ നാട്ടിൽ പോവാണ്. ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാവരും അല്ല, കുറേ ദിവസം ആലോചനയ്ക്ക് ശേഷമാണ് ഞാനും മൂന്നാമത്തെ കുട്ടിയും അമലും കൂടിയാണ് പോകുന്നത്. റോസ്മിയും രണ്ടുപേരും ഇവിടെ നിൽക്കുകയാണ്. അപ്പം ഞാൻ കുറേ ദിവസങ്ങൾ ആലോചന ശേഷമാണ് ഈ തീരുമാനങ്ങൾ എടുത്തെന്ന് പറഞ്ഞു. അപ്പം ഇന്നത്തെ വീഡിയോ നാട്ടിൽ പോകുന്ന വീഡിയോ അല്ല, ഇന്നത്തെ വീഡിയോ അതിനേക്കാൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. ഇവിടെ കാനഡയിൽ വന്നിട്ട് വർഷങ്ങളായിട്ട് ഇവിടെ കാനഡ പോലീസിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ഒരു ചേട്ടനെ കുറിച്ചാണ്. അപ്പൊ അദ്ദേഹം നമുക്ക് വേണ്ടി ഒട്ടനവധി ഇന്നലെ വന്നവർക്കും കഴിഞ്ഞ ദിവസം വന്നവർക്കും കഴിഞ്ഞ കൊല്ലങ്ങൾ വന്നവർക്കും വർഷങ്ങളായിട്ട് വന്നവർക്കും ഒക്കെ ഒട്ടനവധി അറിയാൻ മേലാത്ത കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ജീവിത രീതിയിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒട്ടനവധി വ്യത്യസ്തമായുള്ള കാര്യങ്ങളാണ് ആ ചേട്ടൻ ഇന്ന് നമുക്ക് വേണ്ടി കാനഡയിലെ ആ പോലീസുകാരൻ ചേട്ടൻ ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോക്കകത്ത് ആ ചേട്ടൻ പറയുന്ന ഇല്ലെങ്കിൽ ഇവിടെയുള്ള ഒട്ടനവധി അനുഭവങ്ങളെ കുറിച്ചും ഇല്ലെങ്കിൽ ഞാൻ ഒട്ടനവധി കാര്യങ്ങൾ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ആ വീഡിയോ നിങ്ങളിന്ന് കാണുക. കൂടാതെ നാട്ടിലേക്ക് പോകുന്നതിന്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം ഇനി യാത്രയുടെ വീഡിയോ എല്ലാം ഞാൻ അടുത്ത വീഡിയോക്കകത്ത് ഞാൻ പറയാം. ഇന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ പോലീസുകാരൻ്റെ വീഡിയോ നിങ്ങൾ ദയവായത് കാണുകയും ഷെയർ ചെയ്യുകയും എല്ലാം ചെയ്യണം. പിന്നെ എൻ്റെ നാട് ഇല്ലെങ്കിൽ ബന്ധക്കാര് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇത്തവണ ഞാൻ നാട്ടിൽ പോകുന്നതിന്റെ ആ കാര്യങ്ങളും ഇല്ലെങ്കിൽ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളും എല്ലാം ഞാൻ കാണിച്ചു തരാം. കൂടാതെ തന്നെ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ 5 മാസം നമ്മൾ പോയിരുന്നത് റോസ്മി 5 മാസം പോയപ്പം ഒട്ടനവധി കാര്യങ്ങളൊക്കെ നാട്ടിൽ ഞങ്ങൾ കണ്ടു മനസ്സിലാക്കി ഇത് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ അതിന്റെ ഉള്ള വീഡിയോ എല്ലാം ഞാൻ നാട്ടിലെ ഈ യാത്രയോടൊപ്പം നിന്ന് ഞാൻ ഒപ്പം തന്നെ ഇടാം. ഞാൻ ഒറ്റയ്ക്ക് ഞാൻ നമ്മുടെ അമ്പലിനുമായിട്ട് പോകണം. ഞാൻ അവളെ ഉറങ്ങുവാണേ. വൈകിട്ട് വരെ ഇത് കളിയായിരുന്നു. ഇന്ന് -30 കേട്ടോ. -30 തണുപ്പ്. നാട്ടിലേക്ക് ഇന്ന് വ്യാഴാഴ്ചയാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. രാവിലെ 1:30 സമയമായി. രാവിലെ 6 മണിക്കാണ് ഫ്ലൈറ്റ്. അതപ്പം വെളിയിൽ ഭയങ്കര തണുപ്പാണ്, നമ്മൾ വിചാരിക്കുന്ന മുകളിൽ തണുപ്പാണ്. ശനിയാഴ്ചയാണ് ഞങ്ങൾ നാട്ടിൽ ചെല്ലുന്നത്. ശനിയാഴ്ച നാട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ തണുപ്പല്ല, ചൂടാണ്. ചൂട് +30. അപ്പോൾ ഈ -30 നിന്ന് +30 പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള ഒട്ടനവധി വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ നാളെ അമ്മേറക്കുട്ടിയോട് യാത്ര പറയുകയാണ്. ഇവിടെ കൊണ്ടുപോകുന്നില്ല, ഇവിടെയാണ് കൊണ്ടുപോകുന്നത്. മോളെ പോയിട്ട് വരാം കേട്ടോ. ഇനി എൻ്റെ ക്യാമറ പിടിക്കുന്ന നമ്മുടെ അമീറക്കുട്ടി അല്ല അമീരക്കുട്ടി വിളിച്ചിരിക്കുന്നുണ്ട്. അമീരക്കുട്ടി പോയിട്ട് വേട്ടെ. എന്നാ ഓക്കെ കേട്ടോ. ഓക്കെ, പോയിട്ട് വരാം. പോയി നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിച്ച് തീരുമാനങ്ങളൊക്കെ കൈകൊണ്ടുവരാം അല്ലേ. എന്നാൽ അവളേക്ക് തന്നേക്ക് ഇറങ്ങാം. കൂടാതെ കുറച്ച് പരസ്യങ്ങൾ കൂടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആ പരസ്യങ്ങൾ കൂടിയൊക്കെ കാണുകയും അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. നമുക്ക് വേണ്ടി ഇത്തവണ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് തന്നത് ഒണ്ടാരിയുള്ള നമ്മുടെ ബീച്ചാണ്. ബീച്ചാറിനെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാനാക്കണം. അപ്പോൾ നല്ല ടിക്കറ്റിന് അല്ലെങ്കിൽ നല്ല റേറ്റ് എനിക്ക് കിട്ടി. ഞാൻ ഡിസ്ക്രിപ്ഷൻ നമ്പർ വെച്ചേക്കാം. മറ്റുള്ള കുറച്ച് നമ്മുടെ ലോക്കൽ ബിസിനസ്സുകളൊക്കെ പരസ്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അതും കൂടി സപ്പോർട്ട് ചെയ്തതാണ് കേട്ടോ. എന്താ പിന്നെ പോലീസുകാരൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് പോകാം കേട്ടോ. ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു അവർ കാനഡ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു പോലീസുകാരൻ ചേട്ടനാണ്, ഇല്ലെങ്കിൽ പോലീസുകാരൻ സാറാണ്. ജസ്റ്റിൻ ചേട്ടനാണ് പേര്. കാനഡ ആൽബർട്ടായിൽ എഡ്മണ്ടണിൽ ഇവിടെ പോലീസിൽ ഇദ്ദേഹം വർഷങ്ങളായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ജസ്റ്റിൻ സാറുമായിട്ട് ഇല്ലെങ്കിൽ ജസ്റ്റിൻ ചേട്ടനുമായിട്ടുള്ള വീഡിയോ ആണ്. ഒട്ടനവധി കാര്യങ്ങൾ എനിക്ക് ജസ്റ്റിനോട് ചോദിക്കാനുണ്ട്. കാനഡയിൽ വന്നിട്ട് ഈ 8 കൊല്ലത്തിന് ഇടയ്ക്ക് ഞാൻ ഒട്ടനവധി പ്രതിസന്ധികൾ കൂടിയും പ്രശ്നങ്ങൾ കൂടിയും എല്ലാം പോയിട്ടുണ്ട്. അപ്പം വന്ന കാലം തൊട്ട് ജസ്റ്റിനോട് എനിക്കറിയാം. ഒട്ടനവധി നിയമപരമായിട്ട് കറക്റ്റായിട്ട് അത് ശരിയും തെറ്റും എനിക്ക് പറഞ്ഞു തന്ന് എന്നെ സഹായിച്ചിട്ടുണ്ട് ജസ്റ്റിൻ ചേട്ടൻ. അപ്പം ജസ്റ്റിൻ ചേട്ടനെ കുറിച്ച് ഉള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒരു തുടക്കക്കാരൻ നിലയിൽ വന്ന സമയത്ത് എനിക്ക് കാനഡയിലെ പല നിയമങ്ങളും എനിക്ക് അറിയത്തില്ലായിരുന്നു. പല കാര്യങ്ങളിലും ഞാൻ കൺഫ്യൂഷൻ അടിച്ച് വണ്ടടിച്ച് ഞാൻ നിന്നിട്ടുണ്ട്. ഇതേപോലെ ഇപ്പം നിങ്ങൾക്കും അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് വന്നവർക്കും ഒട്ടനവധി ഇവിടുത്തെ പല ബേസിക്സ് റൂൾസ് തൊട്ട് ഒട്ടനവധി നമ്മുടെ കുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ മുതിർന്നവരായിക്കോട്ടെ ഒട്ടനവധി മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്നവർ ഇല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവർക്ക് എങ്ങനെയാണ് ഇത് നിയമപരമായിട്ട് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇല്ലെങ്കിൽ ന്യൂക്കമർ എന്ന നിലയിലും ഇല്ലെങ്കിൽ പഴമക്കാരൻ നിലയിലും ഒട്ടനവധി കാര്യങ്ങൾ ഈ 8 കൊല്ലത്തിനുള്ളിൽ എനിക്ക് പല തവണ 911 പോലീസിനെ എനിക്ക് വിളിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഓർക്കുന്നു കാനഡ 2017 ലാസ്റ്റ്, അതായത് 18 കൂടിയാണ് ഞാൻ ഇവർ വരുന്നത്. 17 ഡിസംബർ വന്നപ്പോൾ 18 എടുത്തു. വന്ന സമയത്ത് ഞാനും മോളും കൂടി വീടിൻ്റെ അടുത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് ബസ് കയറാൻ പോകുന്ന സ്ഥലത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി. അത് ഞാൻ പഴയ വീഡിയോയ്ക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. പട്ടി വന്നിട്ട് വീടിൻ്റെ മുന്നിൽ വന്നിട്ട് എന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് കമ്മി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ പോലീസുകാരെ വിളിച്ചപ്പോൾ പോലീസുകാർ ലാംഗ്വേജിൻ്റെ എനിക്ക് ബാരിയർ വന്നു. കാരണം ഇംഗ്ലീഷ് എനിക്ക് പ്രൊനൗൺസ് വെച്ച് ബുദ്ധിമുട്ടായിരുന്നു വന്ന സമയത്ത്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, എനിക്കൊരു ട്രാൻസ്ലേറ്ററെ ഒരു കമ്മ്യൂണിക്കേറ്ററെ എനിക്ക് തരാമെന്ന് ചോദിച്ചു.
അപ്പോൾ അവരെന്നോട് ചോദിച്ചു, നിങ്ങൾ ഏത് രാജ്യക്കാരനാണ്? ഞാൻ പറഞ്ഞു ഇന്ത്യ. ഇന്ത്യയിൽ ഏത് സംസ്ഥാനക്കാരാണ്, ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചു. ഞാൻ കേരള എന്ന് പറഞ്ഞു. ഏത് ലാംഗ്വേജ് ആണെന്ന് ചോദിച്ചു. ഞാൻ മലയാളം എന്ന് പറഞ്ഞു. അവർ അത് എഴുതിയെടുത്തു, ഇല്ലെങ്കിൽ നോട്ട് ചെയ്തിട്ട് എന്നോട് ഫ്യൂ സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഉടനടി തന്നെ എനിക്ക് മറുതലയ്ക്കിൽ മലയാളത്തിൽ നമസ്കാരം പറഞ്ഞുകൊണ്ട് എന്നോട് സംസാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ആ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് അന്ന് ആ ട്രാൻസ്ലേറ്ററോട് പറഞ്ഞു. അദ്ദേഹം അത് ആ ഓഫീസർക്ക് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്തു. അന്ന് എനിക്ക് മനസ്സിലായത്, പിന്നീടുള്ള ഇവിടുത്തെ ജീവിതം കൊണ്ട് ഇല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അന്ന് എന്നോട് സംസാരിച്ചത് ഇല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ജസ്റ്റിൻ ഡാഡാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. കൂടാതെ ഇദ്ദേഹത്തെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് നമ്മുടെ മലയാളിയുടെ കടയിൽ നിന്ന ഒരവസരത്തിലാണ്. ഞാൻ അവിടെ രാവിലെ കട തുറന്നു. ഞാൻ അവിടെ ജോലിക്ക് നിൽക്കുമായിരുന്നു. എൻ്റെ പഴയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടെ ഒരു പ്രാവശ്യം ഞാൻ ആദ്യമായിട്ട് ജസ്റ്റിനെ കാണുന്നത്, ഞാൻ കട തുറന്നു. അവിടെ കടയിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ യൂണിഫോം ഇട്ട് ഒരു പോലീസുകാരൻ കട തുറന്നകത്തേക്ക് കയറി വരുന്നു. പെട്ടെന്ന് ഞാൻ പേടിച്ചു, ഇതെന്താ സംഭവം, ഒരു യൂണിഫോമിൽ ഒരു ആൾ നിൽക്കുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചതാണ്, മീൻ വല്ലതും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഫ്രഷ് ആയിട്ടുള്ള മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അതപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. അന്നപ്പം ഞാൻ പറഞ്ഞു, സാറേ ഇവിടെ ഉണ്ട്, മീനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റോറേജ് അങ്ങോട്ട് കൊണ്ടുപോയി. അന്ന് ആണ് ഞാൻ ചോദിച്ചു, സാർ മലയാളിയാണെന്ന് ചോദിച്ചു. അത് ചോദിക്കേണ്ട കാര്യമില്ല, മലയാളത്തിലുള്ള മീനുണ്ടെന്ന് ചോദിച്ചത്. അപ്പം അന്നാണ് ഞാൻ ആദ്യമായിട്ട് ജസ്റ്റിനെ ഞാൻ പരിചയപ്പെട്ടത്. അതിനുശേഷം അന്ന് മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു. പിന്നീടാണ് ഞാൻ യൂട്യൂബ് ചാനലെല്ലാം തുടങ്ങുന്നത്. അന്ന് ബ്ലോഗ് ചെയ്യണം എന്നൊരു ആഗ്രഹമൊക്കെ ആയിരുന്നു. അതിനുശേഷം യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പം പിന്നെ അത് നമ്മുടെ ആയിട്ടുള്ള തിരക്കുകളും ജസ്റ്റിനുള്ള തിരക്കുകളെല്ലാം അത് കുറച്ച് നീണ്ട സമയങ്ങൾ വന്നു. ഇനി ഏതായാലും കൂടുതൽ നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. നമുക്ക് ജസ്റ്റിനെ നമുക്ക് പരിചയപ്പെടാം. ജസ്റ്റിൻ്റെ സ്വദേശം, ജസ്റ്റിൻ പോലീസിൽ എന്ത് ചെയ്യുന്നു, എത്ര കൊല്ലമായി വന്നിട്ട്, എന്താണ് ഈ മേഖലയിലേക്ക് വരാനുള്ള കാരണങ്ങൾ നമുക്ക് ചോദിക്കാം. ജസ്റ്റിനെ ഒന്ന് പരിചയപ്പെടുത്താമോ? ജസ്റ്റിന്റെ നാട്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാമോ? ഞാൻ നാട്ടിൽ ആലപ്പുഴ എടത്വയാണ്. പഠിച്ചതൊക്കെ കൂടുതലും ചങ്ങനാശ്ശേരിയിലാണ്. സോ ചങ്ങനാശ്ശേരിക്കാരെന്ന് വേണേൽ പറയാം. സോ ഇപ്പം വന്നിട്ട് 14 വർഷമാകുന്നു. ഞാനിപ്പം പോലീസിലായിട്ട് 13ാം വർഷത്തിലേക്ക് കടന്നു. സോ അതാണ് പോലീസ് ജീവിതം. 13 കൊല്ലമായില്ല? 13ാം വർഷത്തിലാണ്. ഓക്കെ. പോലീസിൽ ഏത് സെക്ഷനിലാണ് ചേട്ടൻ വർക്ക് ചെയ്യുന്നത്? ഞാൻ 911 കോൾ റെസ്പോണ്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിലാണ്. അതിന് പെട്രോൾ എന്നാണ് പറയുന്നത്. ഷിഫ്റ്റ് വർക്കാണ്. പിന്നെ ഈ അടുത്ത ഏകദേശം 10 മാസക്കാലമായിട്ട് ഞാൻ ഓൺലൈൻ റിപ്പോർട്ടിങ്ങിലേക്ക് മാറി. അതുകൊണ്ട് തന്നെ സെക്ഷൽ അസോൾട്ട് സെക്ഷനിൽ 6 മാസം വർക്ക് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഓൺലൈൻ റിപ്പോർട്ടിങ്ങിലാണ് വർക്ക് ചെയ്തത്. ഓക്കെ. 911 കുറിച്ച് മനസ്സിലായി. എന്നാൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് റെസ്പോണ്ട് ചെയ്യുന്നു അല്ലേ? കൂടാതെ തന്നെ സെക്ഷൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചേട്ടൻ പറഞ്ഞു, അത് എന്താണ് എന്ന് പറഞ്ഞാൽ ഇത് അതായത് സെക്ഷൽ അസോൾട്ട്, ആ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് സെക്ഷൽ അസോൾട്ട് കംപ്ലൈൻറ്റുകൾ ഡീൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. 911 വിളിച്ചു കഴിഞ്ഞാൽ കോള് മോസ്റ്റ്ലി ഒരുമാതിരിപ്പെട്ട എല്ലാ കോളും പോകുന്നത് പെട്രോൾ എന്ന് പറയുന്നൊരു സെക്ഷനാണ്. അവരാണ് ആദ്യം റെസ്പോണ്ട് ചെയ്യുന്നത്. അതിപ്പം ചെറിയൊരു വാക്തർക്കമായാലും കൊലപാതകമാണെങ്കിൽ കൂടി അവരാണ് ആദ്യം റെസ്പോണ്ട് ചെയ്യുന്നത്. അതിനുശേഷം സീൻ ഫുള്ള് കൺട്രോളായ ശേഷമാണ് അവരടുത്ത യൂണിറ്റിനെ വിളിക്കുന്നത്. ഈ 2 സെക്ഷനിൽ ചേട്ടൻ ജോലി ചെയ്തിട്ട് ഇപ്പോൾ നിൽക്കുന്ന ഓൺലൈനുമായിട്ട് ബന്ധപ്പെട്ട് അതെന്തെന്ന് പറഞ്ഞു തരാമോ? അതായത് ഇപ്പം നമ്മൾ ഒത്തിരി കംപ്ലൈൻറ്റ് ഓൺലൈനിൽ വരുന്നുണ്ട്. ചില കംപ്ലൈൻറ്റുകൾ നമ്മൾ ആൾക്കാരെ നേരിട്ട് പോയി ഡീൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഫ്രോഡ് പോണക്കുള്ള കാര്യങ്ങളൊക്കെ ബാങ്ക് വഴി പോകുന്നതൊക്കെ നമുക്ക് ഓൺലൈനിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാങ്കുമായിട്ടും പേഴ്സണായിട്ടും ഫോണിൽ കൂടെ ബന്ധപ്പെട്ട് വാറൻ്റൊക്കെ എഴുതി നമുക്ക് മുമ്പോട്ട് പോകും. അങ്ങനെയുള്ള ഒരു സെക്ഷനിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഇനി നമ്മുടെ വീഡിയോയിലേക്ക് മുന്നോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ചേട്ടനെ സാറേ എന്ന് വിളിക്കണോ അതോ ചേട്ടാ എന്ന് വിളിച്ചാൽ മതിയോ? കാരണം എന്തെങ്കിലും ഈഗോ എന്തെങ്കിലും ഉണ്ടാവുമോ? ഒന്നുമില്ല, ചേട്ടാന്നോ പേരോ എന്ത് വേണേൽ വിളിച്ചോ, ഒരു കുഴപ്പമില്ല. സാധാരണ ഇവിടെ സാറിനെ ഞാൻ വിളിക്കുന്നത് കണ്ടിട്ടില്ല. ഓഫീസർ എന്നാണ് വിളിക്കുന്നത് അല്ലേ? അപ്പോൾ ഞാൻ ചേട്ടാന്ന് വിളിച്ച് തന്നെ ഞാൻ തുടങ്ങുവാണ്. ആയിക്കോട്ടെ. ഓക്കെ. അപ്പം ജസ്റ്റ് ചേട്ടാ, നമ്മുടെ ഇന്നത്തെ 3 ടോപ്പിക്കുകൾ പ്രധാനമായിട്ടും ഒരു ന്യൂ ഇമിഗ്രന്റ് പുതുതായിട്ട് വന്നു കഴിയുമ്പം ഇവിടെയുള്ള ഡ്രൈവിംഗ് കാര്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾക്ക് അത് അറിയേണ്ടത്. അപ്പം ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത് മറ്റുള്ള ക്രൈം സീനുകൾ എന്തെങ്കിലും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലോ ഇല്ലെങ്കിൽ മദ്യപാനം മയക്കുമരുന്നിലെല്ലാം നമ്മൾ എന്തെങ്കിലും അറിയാൻ മേലാതെയോ ഇല്ല അറിഞ്ഞോ പോയി പെട്ടോ മദ്യപിച്ച് വണ്ടി ഓടിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മളെ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഭാര്യ ഭർത്താവ് തമ്മിലുള്ള പ്രശ്നങ്ങളോ ഇഷ്യൂസോ പബ്ലിക് ന്യൂസ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നു, കുട്ടികളുടെ കാര്യങ്ങളിൽ എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നു, പ്രത്യേകിച്ച് ഇപ്പോൾ ചൈൽഡ് പ്രിഡേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇപ്പോൾ UK ജസ്റ്റ് അറിയായിരിക്കും. പിള്ളേരെ ദുർവിനിയോഗം ചെയ്യുന്ന ഒട്ടനവധി ഫോൺ വഴിയും ഇല്ലെങ്കിൽ 14-18 വയസ്സിലുള്ള കുട്ടികളെ ഫോൺ വഴിയൊക്കെ വിളിച്ചിട്ട് അപ്രോച്ച് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ UK ഒട്ടനവധി മലയാളികളൊക്കെ പോയിപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യമായിട്ട്
ഒരു വണ്ടി ഓടിക്കുന്ന ആളെന്ന നിലയിൽ ഇപ്പം ഞാൻ തെറ്റായിട്ട് വണ്ടി ഓടിക്കുകയോ അല്ലെങ്കിൽ മദ്യപിച്ച് വണ്ടി ഓടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും ഞാനിവിടെ കണ്ടിട്ടുണ്ട് പോലീസുകാർ പുറകെ വരും, ലൈറ്റ് ഇടും. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ സാധാരണ ഞങ്ങൾ വലത്തേക്ക് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഡ്രൈവിങ്ങിനെ കുറിച്ചും ഒരു ഡ്രൈവർ എന്ന നിലയിൽ ഞങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? കൂടാതെ തന്നെ ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മളോട് അവർ മുട്ടുകുത്താൻ പറയുന്നത് കണ്ടിട്ടുണ്ട്. മുട്ടുകുത്താൻ പറയുമ്പോൾ എന്തുകൊണ്ടാണ് നാട്ടിൽ കണ്ടിട്ടില്ല മുട്ടുകുത്തുന്നത് കാര്യങ്ങൾ. കൈ പുറകോട്ട് കെട്ടാൻ പറഞ്ഞിട്ടുണ്ട്. ചില കേസുകളിലെ വകുപ്പ് കൂടുതലനുസരിച്ച് ചില നമ്മൾ പോക്കറ്റിൽ കൈയിടരുതെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയത് ഇത് ഗണ്ണോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. ഇങ്ങനെയുള്ള ഒട്ടനവധി സംശയങ്ങളുണ്ട്. അപ്പം അത് ഞാൻ ഈ ഇടയ്ക്ക് സംസാരിക്കുന്നില്ല, ചേട്ടത് കണ്ടിന്യൂ ആയിട്ട് സംസാരിച്ച് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഉപകാരം. സോ കാനഡയിലെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കരുതുന്ന ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് 3 ഡോക്യുമെൻറ്റ്സ് ആണ്: ലൈസൻസ്, രജിസ്ട്രേഷൻ, ഇൻഷുറൻസ്. ലൈസൻസ് എന്ന് പറയുന്നത് കറക്റ്റ് കാറ്റഗറി ആയിരിക്കണം, രജിസ്ട്രേഷൻ അപ് ടു ഡേറ്റ് ആയിരിക്കണം, ഇൻഷുറൻസും അപ് ടു ഡേറ്റ് ആയിരിക്കണം. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ, രജിസ്ട്രേഷൻ ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ വണ്ടി പോലീസിന് ഇമ്പൗണ്ട് ചെയ്യാം. നാട്ടിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് വണ്ടിയൊക്കെ പോലീസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ കിടന്ന് നശിച്ചു പോകുന്നൊരു സമ്പ്രദായം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയില്ല. ഇപ്പം ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാലും വണ്ടി പോലീസ് എടുത്തുകൊണ്ട് പോയാൽ നമുക്ക് ഇൻഷുറൻസ് ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ വണ്ടി റിലീസ് ചെയ്ത് തരും. വണ്ടി കൂടുതലും പിടിച്ചിടുക എന്ന് പറയുന്നത് എന്തെങ്കിലും ഇൻവെസ്റ്റിഗേറ്റീവ് പർപ്പസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അത് റിലീസ് ചെയ്ത് വിടും. പൊതുവേ മലയാളികൾക്കുള്ള ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ അവർ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര പേടിയാണ്. പക്ഷേ ഗൾഫ് പോകണക്കല്ല കാനഡ. ഗൾഫിൽ നിയമങ്ങൾ വളരെ ടൈറ്റാണ്. പക്ഷേ കാനഡയിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഈ ഇച്ചിരി കൂടുതലായിട്ട് ലീനിയൻ്റ് ആണ്. അതാണ് നമ്മളിപ്പം കാണുന്ന ഈ ക്രൈമൊക്കെ ആയാലും എക്സ്ട്രോഷൻ ക്രൈമൊക്കെ ആയാലും കാണുന്നതിൻ്റെ കാര്യങ്ങൾ അതാണ്. ഒത്തിരി ആൾക്കാർക്കും വളരെ പെട്ടെന്ന് ബെയിലൊക്കെ കിട്ടുന്നുണ്ട്. സോ എനിവേ, വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വണ്ടിക്ക് ലൈസൻസ്, രജിസ്ട്രേഷൻ, ഇൻഷുറൻസും വേണം. അത് ലൈസൻസ് കറക്റ്റ് കാറ്റഗറി ആയിരിക്കണം. ബിക്കോസ് ക്ലാസ് 7 ആണെങ്കിൽ വണ്ടി ക്ലാസ് 5 ഉള്ള ഒരാളുടെ സാന്നിധ്യത്തിൽ മാത്രമേ വണ്ടി ഓടിക്കാൻ പറ്റൂ. ഇല്ലാത്ത പക്ഷം അത് അതിൻ്റെ എന്നാ പറയുക നിയമം ലംഘനമാണ്. ഇപ്പം ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന വഴിക്ക് ഞാൻ നോർമലായിട്ട് തന്നെ വണ്ടി ഓടിക്കുന്നു, ഇല്ലെങ്കിൽ മദ്യപിക്കാതെ വണ്ടി ഓടിക്കുന്നു, മദ്യപിച്ചായിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ. അത് പോലീസ് പുറകിൽ വന്ന് ലൈറ്റ് ഇടുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെ സാഹചര്യങ്ങളാണ്? ഇനി അത് പോലീസ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പരിഭ്രമിക്കാതെ എന്ത് ചെയ്യണം മെയിൻ റോഡിലാണെങ്കിൽ? ലൈസൻസ് ടെസ്റ്റിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എമർജൻസി വെഹിക്കിൾ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് എമർജൻസി വെഹിക്കിൾ കാണുവാണെങ്കിൽ സ്ലോ ഡൗൺ ചെയ്ത് റൈറ്റിലേക്ക് ഒതുക്കി നിർത്തുക എന്നുള്ളതാണ്. അതാണ് അതിപ്പോൾ നിങ്ങളെ പുൾ ഓവർ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ആ വണ്ടി പാസ് ചെയ്ത് പോവുകയാണെങ്കിലും ട്രാഫിക്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അതാണ്, പുൾ ഓവർ ടു ദ റൈറ്റ്. അതായത് ചേട്ടാ അത് ആംബുലൻസ് ആയിക്കോട്ടെ, ഫയർ ഫൈറ്റേഷൻ്റെ ആയിക്കോട്ടെ, പോലീസ് വണ്ടി ആയിക്കോട്ടെ, ആംബുലൻസ്, ഫയർ, എമർജൻസി വെഹിക്കിൾ ഏതായാലും സ്ലോ ഡൗൺ ചെയ്യുക, റൈറ്റിലേക്ക് ഒതുക്കി നിർത്തുക, വിത്തൗട്ട് ആക്സിഡന്റ് കോസ് ചെയ്യാതെ. അതാണ് നിയമപരമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. പക്ഷേ പോലീസ് ഇനി വന്ന് കണ്ടിന്യൂസ് ആയിട്ട് എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് വലതുവശത്തേക്ക് നമ്മൾ പറഞ്ഞുകൊണ്ട് ഒതുക്കി നിർത്തുക, വണ്ടിക്കകത്തിരിക്കുക, കഴിവതും 2 കൈയും സ്റ്റിയറിംഗിൽ വെക്കുക. അതാണ്. എനിക്ക് ഇറങ്ങി വരാൻ സാധിക്കില്ലേ? നാട്ടിലെ പോണക്കല്ല, ഇവിടെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഓഫീസേഴ്സിന് അറിയില്ല നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ എന്താണ് നിങ്ങളുടെ ഇന്റൻഷൻ. നമ്മളിപ്പം പല വീഡിയോകളും കണ്ടിട്ടുണ്ട്, ആൾക്കാർ കത്തിയും തോക്കും ആയിട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടാക്കും. നമ്മുടെ നാട്ടിലെ പോണക്കല്ല, ഇവിടെ നിങ്ങൾ വണ്ടിയിലിരിക്കുക. അവർ ആ ചെക്കുകൾക്ക് ശേഷം whenever they are comfortable അവർ നിങ്ങളുടെ വണ്ടിയുടെ അടുത്തേക്ക് വരും. കഴിവതും 2 കൈകളും കാണുന്ന സ്ഥലത്ത് വെക്കുക, അതായത് സ്റ്റിയറിംഗ് വീൽ വെക്കുക. അതായത് നിങ്ങൾ വണ്ടിയുടെ പുറകെ വന്ന് ഞങ്ങൾ അത് നിർത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ വണ്ടിക്ക് അത് നിരീക്ഷിക്കും. ഞങ്ങൾ കുറച്ച് സമയം ഞങ്ങൾ എന്ത് ചെയ്യുന്നു ആക്ടിവിറ്റീസ്. അതിനേക്കാളുപരി നമ്മൾ ഫുൾ ഡോക്യുമെന്റ് എടുക്കുകയാണ്. അതായത് ലൈസൻസ് ചെക്ക് ചെയ്യാണ്, ആളുടെ ചെക്ക് ചെയ്യാണ്, പുള്ളിക്ക് എന്തെങ്കിലും ക്രിമിനൽ റെക്കോർഡ് ഉണ്ടോ, അതോ ലൈസൻസ് സസ്പെൻഡ് ചെയ്താണ്, അതിനുള്ള സംവിധാനങ്ങളെല്ലാം നമ്പറിൽ അതാണ് ചെയ്യുന്നത്. I'm dying. My mileage is flashing before my headlights. Oh! Ah! No. I'm dying. Don't worry. We're going to the best hospital in the city. You guys going to be okay. You're a good owner. I'll never forget you. Ah! Is this the junkyard? Is this where it ends? Doctor, will he survive? Don't worry, we will take care of him.
What happened, doctor? He's perfectly fine. Oh my car! Don't worry. Oh my I'm better car! now. They fixed me. Oh my car! Hey, please take care. Sure thing, doctor. No, to you, to you. I will, doctor. Thanks again. Let's get back on the road. Euro Motors, driven by quality, healed by experts. പുതിയ സ്വപ്നങ്ങൾ തേടിയാണ് നമ്മൾ നാട് വിട്ട് വിദേശത്തേക്ക് കുടിയേറുന്നത്. അപരിചിതമായ വഴികൾ, പരിചയമില്ലാത്ത ആളുകൾ, പരിചയമില്ലാത്ത സാഹചര്യം. പുതിയ നാട്ടിൽ വിശ്വാസയോഗ്യമായ സുഹൃത്തുക്കളെ കിട്ടുക ഒരു അനുഗ്രഹം തന്നെയാണ്. ഞങ്ങൾക്ക് എന്താവശ്യത്തിനും വിശ്വസ്തയോടുകൂടി വിളിക്കാനും സംസാരിക്കാനും എഡ്മണ്ടണിൽ ഒരു സുഹൃത്തിനെ കണ്ടെത്തി. ഞങ്ങൾ എഡ്മണ്ടണിൽ വന്ന് ഒരു 6 മാസത്തിന് ശേഷമാണ് വീട് എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങി. ഒരുപാട് സംശയങ്ങളായിരുന്നു ഞങ്ങൾക്ക്. പുതിയ നാട്, പുതിയ സംസ്കാരം, പുതിയ രീതികൾ. അതെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീ ജിജോ ജോർജിനെ ഞങ്ങൾ കണ്ടെത്തിയത്. അദ്ദേഹം ഒരു റിയൽറ്റർ എന്നതിനുപരി ഒരു ജ്യേഷ്ഠൻ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്ന രീതിയിലാണ് എപ്പോഴും ഞങ്ങളോട് പെരുമാറിയിരുന്നത്. 1-2 കൂടിക്കാഴ്ചകൾക്ക് ശേഷം പിന്നീട് ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു, ഒരു വീട് എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കുകയാണെങ്കിൽ അതിന് ഞങ്ങൾക്ക് ഏറ്റവും അനുയോജ്യൻ ശ്രീ ജിജോ ജോർജ് ആണ് എന്നത്. അതെ, നിങ്ങൾക്ക് എഡ്മണ്ടണിൽ വീട് വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ വിളിക്കൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം റിയൽട്ടർ ജിജോ ജോർജ്, വീട് എന്ന സ്വപ്നത്തിലേക്കുള്ള നിങ്ങളുടെ സുഹൃത്തും വഴികാട്ടി.